ഈ റജബിൻ്റെ മാസത്തിൽ മെഹറാജിൻ്റെ ഓർമ്മകൾ ഉള്ള രാവുകളാണ്. പുണ്യനബി അള്ളാഹുവിലേക്ക് മെഹറാജ് ചെയ്തു. നമുക്ക് മെഹറാജ് ചെയ്യാനുള്ള സ്ഥലം എവിടേക്കാണ്? നമ്മുടെ മെഹറാജ് അള്ളാഹുവിലേക്കല്ല, അള്ളാഹുവിൻ്റെ ഹബീബിലേക്കാണ്. നമ്മൾ അത്തഹിയ്യാത്തിൽ നിന്ന് അഭിവാദ്യം ചെയ്യുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്, ലോകത്ത് ആവർത്തിക്കാവുന്ന ഏറ്റവും വലിയ സംഭാഷണമാണത്. ഇതിനേക്കാൾ ഉയർന്ന ഒരു സംഭാഷണവും ഉദ്ധരിക്കാനില്ല. ഇതിനേക്കാൾ മഹിഷ്ടമായ ഒരു വാചകവും നമുക്ക് സംഭാഷണത്തിൽ നിന്ന് എടുക്കാനില്ല. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സംഭാഷണമാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്ന ഘട്ടത്തെക്കുറിച്ച് ഇമാമെ അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ പറയാണ്. എന്തേ? യാനി മഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. അതാണ് വിസാൽ, അതാണ് ലയനം, അതാണ് ഹബീബ് റബ്ബിലേക്ക് ലയിച്ചത്. ആ സമയത്ത് പറഞ്ഞു, എൻ്റെ അനുയായികൾക്ക് എന്നിലേക്കൊന്നു ലയിക്കാനിടം വേണം, എൻ്റെ അനുയായികൾക്ക് എന്നിലേക്കൊന്നു ലയിക്കണം, ഞാൻ റബ്ബിലേക്കൊന്നു ലയിക്കണം. അങ്ങനെ വന്നപ്പോഴാണ് എല്ലാ ദിവസവും 5 സമയങ്ങളിൽ നിർബന്ധമായി ഹബീബിലേക്കൊന്നു ലയിക്കണേ. അസ്സലാമു അലൈക അയ്യുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൽബൊന്നു ചേർത്ത് വെച്ച് 5 സമയങ്ങളിൽ 9 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബി. എന്തൊരു മധുരമാണതിന്, എന്തൊരനുഭൂതിയാണ് ആ സലാമിന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഉന്നതമായ സലാം ഏതാണ്? ഉമ്മയ്ക്കുള്ള സലാമല്ല, ഉപ്പയ്ക്കുള്ള സലാമല്ല, ഗുരുവര്യർക്കുള്ള സലാമല്ല. അതൊന്നും നിർബന്ധമാവണം എന്നില്ല. ഏറ്റവും പറയൽ നിർബന്ധമായ ഒരഭിവാദ്യം ആരോടാണ്? വേറെ ആരോടുമല്ല. മഹർ ചർഹേ നുബുവത്ത് പേ ബേഹദ് ദുറൂദ് കുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. ഇതിലൊന്ന് ലയിക്കണം. സലാം പറയുമ്പോൾ ഉള്ളൊന്ന് പിടയണം. മദീനത്തേക്ക് നമ്മുടെ ഖൽബൊന്ന് ചേർത്ത് വെക്കണം. അതേ ഗുംബദേ ഖസ്റാഇന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന പുണ്യപ്രവരരുടെ ഒരു നോട്ടം നമ്മുടെ ഖൽബിലേക്ക് പതിഞ്ഞാൽ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. പിന്നെ ഹൃദയത്തെ ദീപ്തമാക്കാൻ ഒരു വിളക്കും വേണ്ട, പിന്നെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ ഒരു വെളിച്ചവും വേണ്ട.